ദേവി ബ്ലഡ് റെഡ് നല്ല രസമുണ്ട് കാണാൻ. ഒന്ന് ഹലോ ഗൈസ് പറയാൻ വേണ്ടിട്ട് പറഞ്ഞോടാണ്. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നെന്റെ കല്യാണ സാരി എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. യാ ഓക്കെ, ചലോ. സോ നമ്മള് നേരെ കുറേ സമ്മതിക്കൂല ഗൈസ്, എന്നാലും ഞാൻ പറയാം, കുറേ ഐഡിയാസ് ഇങ്ങനെ നോക്കി കുറേ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോത്തീസിൽ പോവാണ് കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇവർക്ക് ആർക്കും താല്പര്യമില്ലെങ്കിലും ഇവരെല്ലാവരും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. പക്ഷേ ഞാൻ സാധാരണ ഞാൻ വിളിക്കാറില്ല. ഇപ്പം ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സാരി എടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക് എതിർപ്പൊന്നും കണ്ടില്ല. എന്ത് പറ്റി? അല്ല, ഞാൻ ഇല്ല എവിടെയെങ്കിലും പോവാൻ വിളിക്കുമ്പോഴത്തേക്ക് അവര് അയ്യോ. അപ്പൊ ഞങ്ങളിതാ സാരി എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടെ ആ ഒരു എമ്മണ്ട പെൺകുട്ടിയെ കൂടെ കൊണ്ടുപോകണം പോവാൻ വേണ്ടിയിട്ട്. സോ ഹൈറ്റ് വെച്ചിട്ടാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അതാര് വരണേന്ന് കണ്ട അമ്മ ഏതോ സിനിമയിലെ ജഗതി വരുമല്ല, ജഗദീഷ്. ആ അത് തന്നെ. ഹായ്ഡാ, ഓക്കെ ബൈഡാ. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ ഓഫീസിലെത്തി. ഹായ് ചേട്ടാ. ഹലോ, നമുക്ക് സാരീസ് നോക്കാം ഗൈസ്. ഓക്കെ ചേട്ടാ, അങ്ങനെയൊന്നുമില്ല, ചേട്ടന് ഇഷ്ടമുള്ള കുറേയൊക്കെ എടുത്തിട്ടു. ആ പുതു മോഡൽ വന്നിർക്ക് കാമിച്ച് തരാൻ. അപ്പൂട്ടാ ഇതോ ഇങ്ങനെ മൂന്ന് വെച്ചേരി നടുക്കത്തെ വെച്ച് ഞങ്ങൾക്ക് നിന്ന് കാണാനാണ് താല്പര്യം. ആ പല്ലു പോർഷൻ ഇതാണോ? ഇത് മുന്താണിയിലെ പല്ലു എന്ന് പറയുന്നത്. മുന്താണി ആ ഈ ഡിസൈൻ അല്ലേ? കൊള്ളാല്ലേ മീന്? സിൽവറില് ഗോൾഡ് ഡിസൈൻ. കൊള്ളാല്ലേ ഇത്? കൊള്ളാല്ലേ? ഞാൻ പേസ്റ്റൽ നോക്കാനുണ്ട്, ഡാർക്ക് നോക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സ് നോക്കണം. ഓക്കെ. இது ஒரு ரஸ்ட் ஆரஞ்சு இப்போதைக்கு உள்ள லேட்டஸ்டா போயிட்டு இருக்குது. இது டிஷ்யூல இப்போதைக்கு யூனிக் பீஸ். நல்ல பாடி ஃபுல்லும் ஃப்ளோரல் டிசைன் வரும். நல்ல ஜாயினிங் பார்டர் ப்ளவுஸ், பார்டர் டிசைன். ഇത് ബ്ലൗസ് പീസ്. ഇത് പല്ലു. അത് ബ്ലൗസ് പീസ്. ഇതാണ് മറ്റേ മുന്താണി, തുമ്പൊരണിയല്ലേ മുന്ത. ചേട്ടാ അത് ആ റെഡ്, ഇതേ കണക്കത്തെ കളേഴ്സാണ് ഭയങ്കര ഇഷ്ടം. ഇത് പിങ്കിഷ് റെഡ് അല്ലേ? മുന്താണി ബാഡി ഫുള്ളും ഫ്ലോറൽ ഡിസൈൻ. ബ്ലൗസ് പീസ് இப்போதைக்கு லேட்டஸ்ட் வந்து கெட்டி பார்ட் ബ്ലൗസ്. ഇത് കൊള്ളാല്ലേ? അല്ല കൊള്ളാല്ലേ? പക്ഷെ എനിക്ക് പറ്റൂല ഇങ്ങനത്തെ ക്രീ കളർ. അത് നല്ല രസം. കൊള്ളാല്ലേ? അപ്പൊ ഇങ്ങനത്തെ തുണി ഇഷ്ടമല്ല, കിരികിരിക്കുന്ന ദേഹം മുഴുവൻ. ഓ ഇത് സൂപ്പർ. ആ ഇത് സൂപ്പർ അല്ലേ? ஒரு ஆஃப் அண்ட் ஆஃப் டிசைன் இப்போ புதுசா வந்திருக்கு. ரெண்டும் ஒரு பாட்லி டிசைன் மாதிரி ஒரு ஆஃப் அண்ட் ஆஃப்ல வரும். മുന്താണി ബോഡി ഫുൾ ഡിസൈൻ ഇട്ട് ബ്ലൗസ് പീസ്. ഞാനേ മറ്റേ പേസ്റ്റൽ എന്നുള്ളതിലും പറഞ്ഞു വന്നേണ്, പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയല്ലേ? കൊള്ളാല്ലേ? ചേട്ടാ നല്ലൊരു റെഡ് ഇടൂ, ബ്ലഡ് റെഡ്. ആ ചേട്ടാ റെഡ് വേണം, ഗ്രീന്, ബ്ലൂ, റാണി പിങ്ക്. இதனால ஒரு சில்லி ரெட். ചില്ലി ரெட் பாடி ஃபுல்லா நமக்கு சிறிய சிறிய மீனா த்ரெட் வர்க் வரும். இது எந்த ஷர்ட் இது? മീന. இது மீனா த்ரெட் வர்க். മുന്താണി നല്ല മാങ്ങ ഡിസൈനും ചാമത്രിക്ക പല്ലും വരും. കൊള്ളാമോ? ചേരണ എനിക്ക്
എല്ലാം ചേരുമല്ലോ. റെഡ് നിനക്ക് നല്ലതായിട്ട് സ്യൂട്ട് ആവും. എല്ലാം ചേരും. അതാണ് ഏറ്റവും വലിയത്. എന്നെ ഉടുത്താലും കല്യാണ പൊണ്ണ മാറുതിരുതാ ഇറുക്കെ. ഇതാണ് ഇതാണ് guys. അതിങ്ങനെ സ്വയം പൊക്ക ഒരാളെപ്പോഴും കൂടെ കൊണ്ട്. ബ്ലൗസ് പീസ് നീ ഏற்கனவே കല്യാണ പൊണ്ണ ആയിடுச்சு. Please. இல்ல ஒரு ஒயின் மெரூன் നല്ല நல்ல டெம்பிள் பார்டரும் அன்னப்பச்சி வரும் ஒரு பாக்ஸ் டிசைன்ல. ചേട്ടാ ടെമ്പിൾ ബോർഡറും ടെമ്പിൾ ബാർഡറും അന്നപ്പച്ചി ഡിസൈൻ. ഓ അതാ തമിഴില് അന്നപക്ഷി എന്നാണ് പറയണത്. അന്നപ്പച്ചി பீகாக் வேற அன்னப்பச்சி வேற. இது வந்து அன்னப்பச்சி டிசைனும் ഓ ഓ டெம்பிள் பார்டரும் தாளம்பூ டிசைனுமாங்க. ഈ സാരി അടിപൊളിയല്ലേ? നല്ല இது பார்டர் பிக் பார்டர்லயே டபுள் டிசைன் வரும். ആ, ആ. நல்ல புதிய டிசைன். சாமத்திரிக்கா முந்தானி வரும். കൊള്ളാല്ലേ? അടിപൊളി. சாம்பத்திரிக்கா ப்ளவுஸ் பீஸ். ப்ளவுஸ் பீஸ் கைக்கு பெரிய பார்டரும் முதுகுக்கு சின்ன பார்டர் வரும். ഉം, ഉം. ஃபுல் ஒர்க் இருக்கும் சாரி ஃபுல். ഇത് പക്ഷെ കിരി എടുത്തില്ല. പൊന്നെ എനിക്ക് തോന്നുന്നു നീ നോക്കണം സോഫ്റ്റ് സിൽക്ക്. ചേച്ചി ഇതെന്തോ മെറ്റീരിയൽ ചേച്ചി? ഇത് ഇത് പ്യൂർ പ്യുവറാണ്. പ്യൂർ കാഞ്ചീപുരം. അപ്പൊ പ്യൂർ കാഞ്ചീപുരം പറ്റുന്ന അങ്ങനെ ഇങ്ങനെ ദേഹം പെരുക്കുമല്ല ചില തുണികൾ തൊടുമ്പോഴത്തേക്ക്. അങ്ങനെ അല്ല എനിക്ക് ചേട്ടാ ആ ബ്ലൂ എടുക്കോ? ആ സ്കൈ ബ്ലൂ അതല്ല, അവിടെ റൈറ്റ് സൈഡിൽ ആ പാറ്റേൺ ഇതുണ്ട്. ஸ்கை ப்ளூ மாடல். ஸ்கை ப்ளூல ஒரு ஃப்ளோரல் டிசைன். അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട്. എല്ലാം കൊള്ളാം. ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതെടുക്കാൻ പറയും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നോക്കി, നല്ല കൺഫ്യൂഷനായി. കാരണം ഞങ്ങൾ പേസ്റ്റൽ എടുക്കാമെന്നും പറഞ്ഞാണ് വന്നത്. പേസ്റ്റൽ അങ്ങനെ കുറേ മോഡലൊക്കെ ആയിട്ട് വന്ന്, പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം തെറ്റി ഗൈസ്. കാരണം ഒരുപാട് നല്ല വെറൈറ്റി സാധനം, വെറൈറ്റി കളേഴ്സിൽ പല ടൈപ്പിലുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള തീരുമാനിച്ചാൽ ഉടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഏതാണോ ബെസ്റ്റായിട്ട് തോന്നണത് അതാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. സോ കുറേ കളറുണ്ട് കേട്ടോ. ഞാൻ പേസ്റ്റലേ എന്ന് പറഞ്ഞ് വന്നതാണ്, പക്ഷേ ഇപ്പോൾ ഈ റാണി പിങ്ക് മജന്തയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചുടുകെട്ട കളർ കണ്ടപ്പോൾ മനസ്സ് മാറി. നമുക്കിനി ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങോട്ട് കാണിക്കൂ. തനനേ എങ്ങനെയുണ്ട് സാരി? സാരി എല്ലാം ഒന്നിനൊന്ന് വെച്ചു. സോ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇനി ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഒന്നെടുക്കുമ്പോൾ അവർ പറയാം പച്ചവെള്ളം, പച്ച എടുക്കുമ്പോൾ പറയും നീലവെള്ളം എടുക്കുമ്പോൾ ചുവപ്പുവെള്ളം. അങ്ങനെ ഇപ്പോൾ ആകെ ഒരു പ്രശ്നത്തിലാണ്. എന്തായാലും ഉടുത്ത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഇതൊരിക്കലും തലയ്ക്ക് ഭ്രാന്താവും ഗൈസ്, ബിക്കോസ് കുറേ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷനാണ്. ഞങ്ങൾ കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്ത് തോന്നുന്നു താങ്കൾക്ക് കല്യാണ സാരി എടുക്കാൻ വന്നപ്പോൾ? ഏത് സാരി കൊടുത്താലും ഭയങ്കര ഭംഗിയുണ്ട്. അങ്ങനെ ഇന്ന് പുകഴ്ത്തല്ലേ കുട്ടാ. ഇത് ഞാൻ സത്യം പറഞ്ഞ മറ്റേത് ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ട് എല്ലാം കൊള്ളാം. പക്ഷെ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം എല്ലാം കൊടുത്തപ്പോഴേ ചേരണമെന്ന് ഭയങ്കര ചന്തം അല്ലേ? ഇപ്പൊ എനിക്ക് എന്റെ മോൻ തനിക്ക് ഇപ്പൊ എനിക്ക് ഭയങ്കര ചന്തം. അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തും. കാരണം ഞങ്ങൾ അവനെ പുകഴ്ത്താൻ ഞാനും എന്നെ പുകഴ്ത്താൻ അവനും ഉള്ളു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തും. ആ പെൺ കണ്ട ആ പെൺപിള്ളണ്ട അവിടെ നിന്ന് ചെറിയണത്. സോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉടുത്തു നോക്കാം. ഇപ്പം നിനക്ക് ഇങ്ങനത്തെ ഒരു സാരിയൊക്കെ ഉടുത്ത് കണ്ടപ്പോ നിനക്ക് എന്ത് തോന്നി? ഉടുത്തില്ലല്ലോ പോലെ അതൊക്കെ വെച്ച് നോക്കിയപ്പം എനിക്ക് ടെൻഷൻ ആവണം. ഞാൻ ഏതെടുക്കുമെന്ന് ആലോചിച്ചിട്ട് ആ ഒരു ടെൻഷൻ. ഇനി ഉടുത്തു നോക്കാൻ പറയാം. ചന്തം കൊള്ളാല്ലേ? പ്രശ്നം ഏതെടുത്താലും കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. ജസ്റ്റ് വച്ചപ്പോഴേ കുറച്ച് അയ്യോ ഇത് സൂപ്പർ അല്ലേ? നല്ല രസമുണ്ട്. ഇതുകൂടെ ഈ ഞാൻ ഇട്ടേക്കണ ഡ്രസ്സൂടെ ഇതായോണ്ട് നല്ല രസമുണ്ടാകും കാണാൻ. ആ നല്ല ഭംഗിയുണ്ട്.
അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മയില കാരണം ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ. അതല്ല മയിലായി പറഞ്ഞു. ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ. ആവോ കൊള്ളാമോ? കല്യാണ പെണ്ണായി. സൂപ്പർ. അങ്ങനെ ആര് കെട്ടിയോട് ചെയ്താലും കൊള്ളാവും. വേണ്ട ചേച്ചി. സൂപ്പർ. കൊള്ളാല്ലേ? ഓർണമെന്റ്സും കൂടെ അടിപൊളിയായിരിക്കും. അടി ഫോട്ടോയ്ക്ക് കൊള്ളാല്ലേ ചേച്ചി? നല്ല രസം, നല്ല ഉണ്ടല്ലേ. ഹായ്. ഇല്ല മാല വേണ്ട. മാല വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ നോക്കിക്കോളാം. ആഭരണ വിഭൂഷക എനിക്ക് താല്പര്യമില്ല ചേച്ചി. അല്ല അങ്ങനെ തന്നെ പറയണം. ചേച്ചി മറ്റേ സാധനം കൂടി ഇട്ട് കാണിച്ചു. ഏത് പൊന്നെ? പ്ലീറ്റ് വേണം. അത് ഭയങ്കര പാടാണ്. ആ കുറെ എടുക്കാളല്ലേ. ഓക്കെ ചേച്ചി. ഓക്കെ ഇനി അടുത്തത് മയിൽപ്പീലി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇനി കുറെ ഉണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, റാണി പിങ്ക് ഉണ്ട്, പച്ചയുണ്ട്, നീലയുണ്ട്. ഹായ്. അയ്യോ അമ്മ, ഇത് സൂപ്പർ. കൊള്ളാല്ലേ ഇത്? എല്ലാത്തിനും ഓരോന്ന് പെടുത്തി 5 മാറ്റി നിൽക്കാം. ഏത്? മീനാക്ഷിയുടെ കല്യാണത്തിന് മീനാക്ഷി 5 സാരിയാണ് എടുക്കുന്നത്. 4 സാരി, 4 സാരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാം ഇഷ്ടമുള്ള കളറൊക്കെ. വിഷുദിനം ചേച്ചി കൊള്ളാം. കരഞ്ഞോണ്ടൊക്കെ കൊള്ളാം. പൂട്ടാ കൊള്ളാം, അടിപൊളി. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. എനിക്ക് എല്ലാ സാരിയും കൊടുത്ത് ഓരോ എല്ലാ സാരി എടുത്ത് ഓരോ എങ്ങനെ മറ്റേത് കൊള്ളായിരുന്നു. ഇതിപ്പോ എന്താ ചേച്ചി? റെഡ് ആണോ ഇത്? റെഡ് ആതാ? ഒരു പിങ്ക് അല്ല, ഒരു ഓക്കെ നൈസ്. എങ്ങനെയുണ്ട്? മാലയൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമല്ല മാലയൊന്നും ഇട്ടോണ്ടെനിക്ക്. മീൻസ് എനിക്ക് ഇങ്ങനെ ചോക്കറ നല്ല നീളമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല ചേച്ചി. ഞാൻ കല്യാണം വേണ്ട ചേച്ചി. അയ്യോ ചേച്ചി ഇല്ല, ലാസ്റ്റ് എടുക്കണ സാരിയിൽ നമുക്ക് നോക്കാം. ഓക്കെ. അടുത്ത പോരട്ടെ. അടുത്ത പർപ്പിൾ. നമ്മൾ എല്ലാ കളറിൽ നിന്നും ഓരോന്ന് വെച്ച് നോക്കണുണ്ട്. ഇതും കൊള്ളാം. കൊള്ളാല്ലേ? സെറ്റല്ലേ ഇത്? ബ്ലഡിനെക്കാട്ടും ഇതാണ് എനിക്ക്. പക്ഷെ ബ്ലൂ മുന്നത്തെ നിൽക്കുന്നു. കൺഫ്യൂഷനായി. ഞാൻ പേസ്റ്റൽ എന്നും പറഞ്ഞ് വന്നേനെ, പക്ഷെ ഞാൻ ഇതുവരെ ഒരു പേസ്റ്റൽ സാരി എടുത്തു നോക്കിയില്ല. എല്ലാം ഡാർക്ക്. ഇതല്ലേ വാടാമുല്ല കളർ? അമ്മ പണ്ടേ ഫേമസ് ആണ് വാടാമുല്ല കളർ. ഇതിപ്പോഴാണ് വൈൻ കളർ, പണ്ടൊക്കെ വാടാമുല്ല. ഇത് വാടാമുല്ല അല്ലേ? കൊള്ളാമോ? നേരത്തെ വെച്ച് നോക്കുമ്പോ ഇത് കുറച്ച് അതായത് മറ്റേ പീക്കോക്ക് അല്ലേ കുറച്ചുകൂടെ. പീക്കോക്ക് ആ സാരി ഭയങ്കര ഇതായിട്ട് നിൽക്കുക. പക്ഷെ ഇത് കുറച്ചുകൂടെ നിന്റെ കളർ കോംപ്ലിമെന്റ് ചെയ്യണം. വാവ്, എന്താ ഇംഗ്ലീഷിലൊക്കെ പറയുന്നേ? ഓക്കെ ചേച്ചി ഉരിക്കോ. നമ്മള് ഒരു പേസ്റ്റൽ പിങ്ക് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കിത് ഉടുക്കാൻ പറ്റൂല. എൻ്റെ വേറൊരു ഔട്ട്ഫിറ്റ് ഈ സെയിം കളറാണ്. സെയിം വെച്ചാൽ ഈ ഒരു ഫാമിലിയിൽ പെടും. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പിങ്ക്. അയ്യോ, എൻ്റെ മറ്റേ കളർ അനാലിസിസ് പ്രകാരം എനിക്ക് പിങ്കാണ് കൂടുതൽ നല്ലത് എന്നാണ് ഒരു നിഗമനം. കൊള്ളാമോ? അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് നല്ല കട്ടക്കാര ചോപ്പ് ഇതിനല്ലേ? നിന്റെ എൻ്റെ മനസ്സ് മാറ്റരുത് നീ. സൂപ്പർ അല്ലേ ഇത്? കൊള്ളാമോ ചേച്ചി? താങ്ക് യു.
ഇങ്ങനെ എടുത്ത് കൊടുത്ത് വരുമ്പോ ആ സാരി നല്ല ഭംഗിയാണ്. ഇത് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് ഇത് 2 ലെയറാണ്. കുറച്ചും കൂടി ചേച്ചി അമ്മയ്ക്ക് എങ്ങനെയെന്നറിയോ, അമ്മ ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊടുക്കണേ ഇഷ്ടം. ഇങ്ങനെ ഒറ്റ പ്ലേറ്റിൽ ഇങ്ങനെ സമയത്ത് ഒറ്റ പ്ലേറ്റ് ഇട്ട് ഒറ്റ അത് മാത്രം മുത്തിയിട്ടൊക്കെ കോംപ്ലിമെന്റിന്റെ വാക്ക് ഞാൻ പറയും. ഇത് നിന്റെ കളറിനെ നന്നായി കോംപ്ലിമെന്റ് കൊള്ളാല്ലേ ഇത്? ഒരു ചെയിൻ എന്തെങ്കിലും ഇട്ട് നോക്കിയാലോ ചേച്ചി ഒരു ലോങ് ചെയിൻ എടുക്കോ? ലോങ് മതിയേ? കാരണം എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കുറുകി കിടക്കണം. അത് ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം വരും. ഇതിന് ചെറുത് വേണോ? അയ്യോ വേണ്ട വേണ്ട ചേച്ചി, എനിക്ക് ഇതേണക്കത്തെ അതല്ല, വീതി കുറവാണ്. ദേവി സത്യം ആ ഒരു vibe കേട്ടാ. ഇഷ്ടായി. കൊള്ളാല്ലേ? സൂപ്പർ. നല്ല ഭംഗിയാണ്. താത കണ്ടൻ തപു തിരികെ എത്തിയില്ലേ? അത് കുഴപ്പമില്ല. അമ്മ ഇത് കൊള്ളാല്ലേ അമ്മ? നല്ല രസമാണ്. സൂപ്പർ, അടിപൊളി. അല്ലാതെ എടുത്ത് പിങ്ക് ഇതുപോലെ ഇരിക്കുമോ? ഇതിപ്പോ ടിഷ്യൂ പേസ്റ്റൽ പിങ്ക്. ആ ചേച്ചി സെയിം പേസ്റ്റൽ പിങ്ക്, ഒരു ബേബി പിങ്ക് ആണ് എടുത്ത് വെച്ചേക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കൂടെ ഇട്ടപ്പോഴേ നമുക്കിത് മാത്രം മതി, ഇങ്ങനത്തെ ഒന്നും വേണ്ട. വേണ്ട, അതൊക്കെ നിങ്ങൾക്ക്. അതായത് എൻ്റെ ഉദ്ദേശം ഞാൻ വളരെ സിമ്പിളും എൻ്റെ അമ്മയും എൻ്റെ കൂട്ടുകാരികളും എല്ലാവരും മറ്റേ ഉത്സവത്തിന് ആനയ്ക്ക് നെറ്റിപ്പെട്ട നിർത്തണൊക്കെ എനിക്ക് അതാണ് ഇഷ്ടം. അവരെയൊക്കെ അങ്ങനെ ഒരുക്കി നിർത്താൻ, എഴുന്നള്ളത്തോലെ നിർത്തണം. അതായത് ഞാൻ മറ്റേ ഇതില്ലേ, അതായത് മനസ്സിലായില്ലേ, നിങ്ങളൊക്കെ എഴുന്നള്ളത്തെ നിൽക്കണക്ക് നിൽക്കണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറ്. കൊള്ളാല്ലേ? അടിപൊളി. മനസ്സിന്ന് മാറുമെന്തോ. ഓക്കെ, ഇനി 2-3 ഉണ്ട്, അതുകൂടെ നോക്കട്ടെ. അപ്പൂട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഏത് സാരി ഇത്രയും നേരം എടുത്താലും ഇഷ്ടപ്പെട്ട? അവസാനം എടുത്ത സാരി പിങ്കാ? അതെടുത്ത ഭയങ്കര ദേവിയെ പോലെയൊക്കെ ഇരിക്കും. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നു. പക്ഷെ പറ്റൂല. ദേവിയാണോ മൂദേവിയാണോ അതൊന്നും ഉദ്ദേശിച്ചത്? കൊള്ളാല്ലേ? ഇത് ഇങ്ങനത്തെ നേരത്തെ നേരത്തെ ഇട്ട ചെയിൻ. അത് കൊള്ളാല്ലേ? അതായത് ഇങ്ങനത്തെ ചെയിന ചോക്കർ എന്ന് പറയും. ഇത് കൊള്ളാല്ലേ? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പോവാം. ഞാൻ ഇനി വളകാപ്പിനൊക്കെ. ഓ ഇത് കേട്ടപ്പോ എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി അമ്മയ്ക്ക് അത് കേട്ടപ്പോ അയ്യോ ഇത് സൂപ്പർ കേട്ടാ, നല്ല രസമുണ്ട്. അതും കൂടി അങ്ങനെ നടന്നപ്പോഴേ ഇതല്ലേ? ആ എങ്ങനെയുണ്ട് വാളു? വാ തുറന്ന് പറയണം. അതൊക്കെ പറയാം. ശരി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അടിപൊളിയാട്ടാ. കൊള്ളാല്ലേ? എനിക്ക് ഞാൻ എന്നെ തന്നെ പോയത്, എനിക്ക് ആരും ആവശ്യമില്ല. ഞങ്ങളുടെ പാടുണ്ടോ അമ്മ? പണ്ട് എൻ്റെ ഉള്ളിലെ കലാകാരി നിങ്ങളാണ് നശിപ്പിച്ചത്. ഞാൻ പണ്ടേ പാടാൻ കഴിച്ചു, അപ്പൊ ഇവർ ഓടിക്കൊണ്ടു പറയും പാടരുത്. കൊള്ളാല്ലേ? ഇതെല്ലാത്തിനും ഞങ്ങളൊന്ന് എടുത്ത് നിക്കണം. നിങ്ങൾ ഇത്ര വിഷമത്തിൽ നിൽക്കല്ലേ? എന്നെ എനിക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് എല്ലാത്തിന്നും ഓരോന്ന് വേണോ? ഇതേ ഇൻ കേസ് ഇത് എടുത്തില്ലെങ്കിൽ ഞാൻ മീനാക്ഷിയുടെ കല്യാണത്തിന് ഞാൻ ഇതെടുക്കും. എന്തു പറയുന്നു? മീന് പച്ച അല്ല എങ്കിൽ ഇത് കറക്റ്റ് ഒരു കല്യാണ പെണ്ണിന്റെ ഒരു ഇത് വന്നു. പക്ഷെ നമുക്ക് ഇത് വേണ്ട, നമുക്ക് വെറൈറ്റി പഠിക്കണം. ഓക്കെ, എനിക്ക് അങ്ങോട്ട് മാറ്റാൻ തോന്നാനില്ല. പിന്നെ ഇത് കൊടുത്തോണ്ട് ബാക്കി നോക്കാം. ഇതുവരെ എങ്ങും ഇല്ലാത്തൊരു തേജസ്, ഓജസ്സും തേജസ്സും എനിക്ക്.
തേജസ്സും ഓജസ്സും ഉള്ള ഗംഗയെ തിരിച്ചു കിട്ടി നമുക്ക്. ഞാൻ കുറേ കളർ പാലറ്റുമായിട്ടാണ് വന്നത്. അതായത് മഞ്ഞ, ഓറഞ്ച്, എല്ലാ ഫാമിലിയിൽ നിന്നും എല്ലാത്തിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സും പേസ്റ്റൽ ഷെയ്ഡ്സും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിലെടുത്തതിൽ എനിക്ക് എല്ലാം ഇഷ്ടമായെന്ന് പറഞ്ഞ് അവരെല്ലാവരും എൻ്റെ അടുത്തിട്ട് അടിക്കും. എനിക്ക് മിക്കതും ഇഷ്ടമായി, ഉടുത്തതിൽ എനിക്ക് മിക്കതും ഇഷ്ടമായി. പക്ഷേ ഒന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. സോ വാ, ഇനിയൊരു മഞ്ഞയും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. മഞ്ഞ അന്നൊന്നും എൻ്റെ ഫേവറേറ്റ് കളറാണ്. ചേച്ചി ഒന്ന് തരുമോ അതൊന്നും? ഇതാ ഈ ഒരു മഞ്ഞയും ഒരു റെഡ് അല്ലേ ചേച്ചി? റെഡാ പിങ്കാ? അരക്ക അങ്ങനെ പറയണം. മെറൂണിഷ് ഡാർക്ക് മെറൂണിഷ്. ഓക്കെ, കൊള്ളാം. ഓക്കെ, വൈദ്യൂടെ നോക്കാം ചേച്ചി. സൂപ്പർ അല്ലേ? എനിക്ക് തോന്നുന്നു ആ ചെയിൻ അങ്ങനെ ഇടുമ്പോഴാണ് ആ ഒരു ഭംഗി. അതായത് ഇങ്ങനെ ചോക്കർ പോലെയാണതാ. അല്ല, ഇത് ഒരു ഭംഗിയാണ്. എൻ്റെ അമ്മൂമ്മ പറഞ്ഞു, ഈ നിറയെ ഉരുപ്പടി ഇട്ട് നീ നിക്കണേന്ന്. നിറയെ ഉരുപ്പടി ഞാൻ പറഞ്ഞു, പോയിട്ട് വരാം എവിടെന്നെങ്കിലും നിറയെ ഉരുപ്പടികളെ കൊണ്ടുവരാം. സ്വർണ്ണല്ല, നീ അല്ലാത്ത നിറയെ. എൻ്റെ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ആടെ ആഭരണങ്ങൾ വാരിയിട്ടുണ്ടെങ്കിലാണ് അവർക്കൊക്കെ ഇഷ്ടം. വീട്ടിൽ നിന്നാലും മറ്റേ ചന്ദനമഴയിൽ അമൃതയെ പോലെ ഞാൻ നിൽക്കണം കഴിച്ച്. ദേശായി ഫാമിലി സത്യം ചേച്ചി, അവർക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഈ കമ്മലൊന്നും ഇല്ല നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തോ അസുഖം വന്നാണൊക്കെയാണ് അവർ പെരുമാറണം. അല്ല, ഇതിന്റെ മണ്ടയിൽ ഇട്ടോ ചേച്ചി ചോക്കർ എടുക്കാൻ പറ്റും. ഒരു കാര്യം അറിയോ, ഞാൻ ഇപ്പോഴാണ് അറിയണേ ഇവരിവിടെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് ഇവരയിൽ. അപ്പം ചേച്ചി ഇതല്ലാതെ ഇതിലെ ചെറുതുണ്ടോ? ഓക്കെ, ഇത് കൊള്ളാം. ഹായ്, അടിപൊളി. അടിപൊളി. അത് തന്നെ, അമ്മയ്ക്ക് മാല അങ്ങ് ഇഷ്ടപ്പെട്ട്. ചേച്ചി ഇത് തന്നു വിടണം, ഞാൻ വേറെ എത്തിക്കാം. മാലയിലാണ് അമ്മ ഇമോഷണൽ ആയത്. തൊഴുവ. അയ്യോ ചുമ്മാ പറഞ്ഞ. അയ്യോ ഊരിക്കോച്ച് പൂരണ്ട. ഞാൻ കുറച്ചു നേരം കൊണ്ട് എനിക്ക് അവർക്ക് പോയിട്ട് ജോലിയുണ്ട് അവർക്ക്. ചേച്ചി കൊള്ളാം, ഊരിക്കോച്ച്. ഓരോ കളർ. എൻ്റെ അമ്മയ്ക്ക് കട്ടക്കാര ചോപ്പ്. എന്നെ മനസ്സിലുള്ള ഞാൻ പറയില്ല. എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ എടുക്കും? പറയും. എല്ലാരും സാരിയിൽ വീണപ്പം ഒരു എൻ്റെ അമ്മ ഓർണമെന്റ്സിൽ വീണു. അങ്ങനെയല്ലോ ഇത് രണ്ട് മാല കെട്ടുന്നപ്പോഴത്തെ കല്യാണ പെണ്ണ് താത കണ്ണൻ. ചേട്ടാ എങ്ങനെ ഉണ്ട് ചേട്ടാ? അടിപൊളി. ഇങ്ങനത്തെ ഒരു ചെയിൻ എന്തായിരുന്നാലും വേണം കേട്ടാ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അത് വേണം. ഞാൻ ഇങ്ങനത്തെ ഇടൂലല്ലോ, ഞാൻ വളരെ നൂല് പോലത്തെയാണ് എനിക്ക് താല്പര്യം. അതല്ലാത്തപ്പോഴും നീ നൂല് പോലെ ഇട്ടോണ്ട് നടാ. കല്യാണത്തിന് ഇങ്ങനെ ഇടുക കൊള്ളാല്ലേ? നെറ്റിച്ചുട്ടിയൊക്കെ കല്ലേ? നെറ്റിച്ചുട്ടി അമ്മ അതൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ അപ്പോഴിടൂലേ? ഇവരെ സ്വർണ്ണ മഹാളുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് വരാം. സ്വർണം വേണമെന്നില്ല. പക്ഷെ സൂപ്പർ അല്ലേ? ഞാൻ ഇപ്പോൾ ഒരു പീച്ചൂടെ കണ്ടേ, നമുക്ക് അതുകൂടെ കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട, എല്ലാം സൂപ്പർ. എല്ലാവരും തളർന്നേ, എല്ലാവരും ഇരിപ്പ് എന്താ അങ്ങനത്തെ ശാസ്ത്രീയ സംഗീതം പോലെ ആയിപ്പോയി. സോ ഇപ്പം നമ്മൾ ഒരു വേറൊരു കസവ്, ഒരു ടെമ്പിൾ ലുക്ക് ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാരിയും കൂടെ 3-4 ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണേ. 3-4 നോക്കി, കുറേ നോക്കി, അതിൽ ഒരെണ്ണം ഫൈനലി സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുകൂടെ ഒന്ന് ഉടുത്ത് നോക്കാം. ഇത് ഗോൾഡാണ് ഗൈസ്, ഇവിടുത്തെ ജ്വല്ലറി. സോഫ്റ്റ് സിൽക്ക് ടിഷ്യൂ കാഞ്ചീപുരം സിൽക്ക്.
നല്ല തിരക്കുണ്ട്. നിങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല തിരക്ക്, ഭയങ്കര തിരക്ക്. നിങ്ങൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ടാണ് വേറൊരു വണ്ടിയിലാണ് ഇറങ്ങുന്നത്, പോത്തീസിന്റെ വണ്ടിയിൽ. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ എന്താണ് അറിയണത്. അമ്മ ഇരിക്കണമൊക്കെയാണ്. ഇത്ര വിഷമ സാരി എടുക്കാൻ ഇത്രയും സങ്കടമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സമയം 2:15. അല്ല ഇത്രയും ടൈം ആയിരുന്നു. സെമ്പൂവേ ഉവാസം വരും. കണ്ടേച്ചു ഞാൻ. എനിക്ക് ട്രഡീഷണൽ ആയിട്ട് ഇതല്ലേ ഇങ്ങനത്തെ ടെമ്പിൾ വെഡിങ് ആയതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ ലുക്ക്. അല്ലേ? ആ ആ നിനക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടാ? മീനാക്ഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി മീനാക്ഷി ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അവൾക്ക് ബ്ലൂവും ആ പീകോക്ക് ബ്ലൂവും ഇതാണ് മീനാക്ഷിയെ കൂടുതൽ ഇഷ്ടപ്പെട്ട. മാളൂന് ഇതും പിങ്കും. അമ്മയ്ക്ക് പീകോക്ക് ബ്ലൂ പച്ചയും ഇതും. ഓക്കെ, എന്റെ അമ്മയ്ക്ക് ഒരു 3 ഇഷ്ടപ്പെട്ട. അപ്പൂട്ടനാ? എനിക്ക് പിങ്ക്. ഓക്കെ, കൺഫ്യൂഷൻ ആണ് ഗൈസ്. നമുക്കിനി എവിടെ മീനാക്ഷി പറയും നമുക്ക് തുണ്ടിട്ടെടുക്കാം. ഏതെടുക്കണമെന്ന് നറുക്കിട്ടെടുക്കാം. കൊള്ളാല്ലേ? ഇതും ഒരു ടെമ്പിൾ ലുക്കൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റും മുണ്ടിനും പകരം ഇങ്ങനത്തെ സെറ്റപ്പ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. വർക്ക് ചെയ്യാനും ഒക്കെ സൂപ്പർ ആയിരിക്കും. കൊള്ളാല്ലേ? ഊരിക്കോച്ചി ഒരുവിധം സാരി എല്ലാം നോക്കി ഒരുവിധം മനസ്സിന് ഇന്നത് മതി എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു കഥയുള്ള സാരി, അതായത് ഇപ്പം ഞാൻ ഉടുക്കാൻ പോകുന്ന സാരിയിൽ ഫുള്ള് നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം രാജരാജ സോളന്നാൻ ആ പുള്ളിക്കാരൻ്റെ മോൻ്റെ കൊട്ടാരം. എന്തോ ചേച്ചി പറഞ്ഞത്? അല്ല എന്തോ കൊട്ടാരം എന്ന് പറഞ്ഞല്ല ചേച്ചി. അണ്ണൻ എന്തോ പറഞ്ഞു. അണ്ണ എന്തോ കൊട്ടാരം? അല്ല കൊട്ടാരം എന്തോ ആയിരുന്നു? രാജസോള. ഓക്കെ, അപ്പം പുള്ളിക്കാരന് പിന്നെ രാജാവ്, റാണി, പിന്നെ ഫുൾ വനസിംഹ മോഡലാണ്. അതായത് ആന, മയില് എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ കുറെ സംഭവം. അങ്ങനെ ഇങ്ങനെ കുറെ പാറ്റേൺ നോക്കുന്ന ആൾക്കാർ, ഡീറ്റെയിലി നോക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരെണ്ണം ഇവിടെ ഉള്ളേ. ഞാൻ എടുത്താൽ ഇത് ഇവിടെ നിന്ന് പോവും, ഇല്ലെങ്കിൽ വന്നെടുക്കാം. ഇനി നമുക്ക് അവരെ കാണിക്കാം. ഞാനുണ്ട് രാജകീയ ലുക്ക്. ആരെങ്കിലും ഒരാള് പ്ലീസ് പറഞ്ഞു. കൊള്ളാമോ? അടിപൊളി. ഞാനുണ്ടാവാ. സത്യം ഇത് ഇങ്ങനെ കഥ പറയുന്ന ഒരു സാരിയാണ്. ഇതിന്റെ സ്റ്റോറി തന്നെ ഉണ്ട്. താഴെ പോർഷനിൽ ഫുള്ള് നമ്മുടെ തഞ്ചാവൂർ ടെമ്പിൾ ആണ്
ബോർഡർ ഫുള്ള് വന്നേക്കണത്. ആൻഡ് ഇവിടെ ഫുള്ള് രാജാവ്, റാണി, ഈ മയില്, സിംഹം, മാൻ എല്ലാം ഉണ്ട്. ഒരു സൂപ്പർ കൊള്ളാല്ലേ? വീഡിയോയില് കാണുന്ന കളർ അല്ല കേട്ടോ, നല്ല ബ്രൈറ്റ് റെഡ് ആണ്, സൂപ്പർ റെഡ് ആണ്. കുറച്ച് വീഡിയോയിൽ ലൈറ്റിന്റെ ഇതാണ്, പക്ഷെ നല്ല ബ്രൈറ്റ് റെഡ് അല്ലേ ഇത്? വാം റെഡാ? അതെ, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മ്യൂട്ടഡാ? മ്യൂട്ടഡ് അല്ല, കുറച്ചുകൂടെ നല്ല കടുത്ത റെഡ് എന്ന് പറയുന്ന സാധനം, ബ്ലഡ് റെഡ്. പിന്നെ ഇന്നലെ നിന്റെ ബ്ലഡ് എടുത്തപ്പോൾ കളർ ബ്ലഡ് റെഡ്. കൊള്ളാല്ലേ? നല്ല കളറല്ലേ ഇത്? ഇത്രയും നേരം ഞാൻ സാരി എടുത്തപ്പോൾ അവർക്ക് എനിക്ക് ചേരുമെന്ന് പറയാൻ വയ്യ. ഇപ്പൊ അവരെ മോക്ക് കൊച്ചിലേ ചേരുമെന്ന്. 1 വയസ്സ് ഒരു സാരി ഉടുപ്പ് ചേർത്തു. എന്തിന് കൊച്ചിലെ സാരി ഉടുക്കാൻ വേണ്ടി ചേരുമെന്ന്. ഞാൻ പാർഷ്യാലിറ്റി. ആ പെണ്ണുമ്പിള്ളയുടെ മുഖം കണ്ട അവക്കല്ല വേറെ ആർക്കാ ഉടുക്കണം കാണിക്കാം. ഓ, അവിടെ ഒന്നും വിസിബിലിറ്റി ഇല്ല, ബാക്ക് മാത്രമേ കാണുള്ളൂ. ഇങ്ങോട്ട് കാണിക്കോ? ഞാനേ മാളൂന് നമ്മളെ കല്യാണത്തിന് മാളൂന് ഞാൻ സാരി എടുക്കാം എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു സാരി പറ്റില്ല, വല്ല പട്ടുപാവാടയോ ധാവണിയോ അങ്ങനെ എന്തെങ്കിലും വേണോന്ന്. സൂപ്പർ മാളു. തോന്നുന്നു സാരി എടുത്തിട്ട് എന്ത് തോന്നുന്നു? സോ ഗൈസ്, ഏകദേശം ഞങ്ങൾ 1-2 മണിക്കൂറത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 മണിക്കൂറിന് ശേഷം ഒരുവിധം ഞങ്ങൾ സാരി സെലക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മ ഷോപ്പിംഗ്? അടിപൊളിയായിരുന്നു. സന്തോഷം. കാരണം ക്ഷീണം. അമ്മയുടെ പുതിയ പേരാണ് ക്ഷീണിത. എപ്പോഴും ക്ഷീണമാണ് അമ്മയ്ക്ക്. ഞങ്ങളെ നല്ല എനർജി ആയിരുന്നു. ഇപ്പം കാരണം ടയേർഡ് ആവും. ഞങ്ങൾ പേസ്റ്റൽ, ഞാൻ എൻ്റെ മൈൻഡിൽ പേസ്റ്റൽ സാരീസ് എന്നും പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് കളേഴ്സ് പല വെറൈറ്റി കോൺട്രാസ്റ്റ് എനിക്ക് എല്ലാം ഉടുത്ത് നോക്കണമെന്നുണ്ട്. പക്ഷെ അവരൊന്ന് കാണിക്കൂ, അവരെ മാനിച്ച് മാത്രമാണ് ഞാൻ കുറച്ച് എടുത്ത് നോക്കിയുള്ളൂ. കുറച്ചധികം കുറെ എടുത്ത് നോക്കി. കാരണം എനിക്കും പിന്നെ ക്ഷീണമായി. പിന്നെ ഞാൻ മാളൂരിലൊക്കെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. ഏട്ടൊന്നുമില്ല, കുറേ എടുത്തില്ലേ, കുറേ എടുത്ത് ഗൈസ്. ഫുള്ള് എടുത്ത് നോക്കി, വച്ച് നോക്കി, അങ്ങനെ കുറേ എടുത്ത് ഫൈനലി നമ്മളൊരു സാരി എടുത്ത്. എങ്ങനെയുണ്ടായിരുന്നു സാരി ഷോപ്പിംഗ്? ഇഷ്ടപ്പെട്ട? മൈൻഡ് മാറി ഇതെടുക്കാന്ന് വിചാരിക്കും. അമ്മ പറഞ്ഞു പച്ച എടുക്കാന്ന്. അത് കഴിഞ്ഞ് അടുത്ത് ചുവപ്പ് എടുത്ത് കൊടുത്തടിക്കുമ്പോഴത്തേക്ക് അമ്മ പറയും ചുവപ്പ് എടുക്കാന്ന്. മിനുഷി വാടാ, എന്തേലും പറയടാ. സൂപ്പർടാ അമ്പ്. സന്തോഷം പറ്റിയില്ലേ? നല്ലായിരുന്നു, നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പം മീനുവിന് ഇനിയിപ്പോൾ വെഡ്ഡിങ് സാരി എടുക്കാൻ മീനുവിന് ഇപ്പോൾ ഉടനെ വരും. സോ അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം സാരി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് പാക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറേ ഉണ്ട് കേട്ടോ. അതായത് പാറ്റേണിൻ്റെ വെറൈറ്റി ഉണ്ട്, മെറ്റീരിയൽ വെറൈറ്റി. ഞങ്ങൾ കാഞ്ചീപുരം മാത്രം നോക്കിയുള്ളൂ, ബാക്കി ബനാറസി അങ്ങനെ കുറേ സംഭവമുണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള നോക്കാം. പിന്നെ എല്ലാത്തിനും ഞാൻ ചോദിച്ചുകൊണ്ടായിരുന്നു, എല്ലാത്തിൻ്റെയും ഒരൊറ്റ പീസേ കാണുള്ളൂ, മോഡൽ അല്ലേ ചേച്ചി? മോഡൽ ഒന്നല്ലേ കാണുള്ളൂ. ഞാൻ എടുക്കുന്ന സാധനം നിങ്ങൾക്ക് കിട്ടൂല. അപ്പം നിങ്ങൾ എടുക്കുന്ന സാധനം വേറൊരാൾക്കും കിട്ടൂല. സിമിലർ ഇല്ല അമ്മ. കളറ് കാണും, പക്ഷെ പാറ്റേണും ആ ഒരു ഇതും പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. നേരത്തെ ഡിസൈൻസ് ഞാൻ നേരത്തെ ഒരു രാജാവിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു കഥയുള്ളൊരു സാരി ഉണ്ട്. അതാകെ ഒരെണ്ണേ ഉള്ളൂ. അത് ഇനി ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അത് ഞാൻ എടുത്തില്ല. കാരണം നല്ല കളറും സാരി ഇറങ്ങൽ വേണമെങ്കിൽ
ഇപ്പം വരണം. അത് ആരെങ്കിലും എടുത്താൽ പിന്നെ വേറെ ആർക്കും കിട്ടൂല. കഥയുള്ള സാരി കഥയുള്ള സാരി. സോ ഫൈനലി അപ്പം ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഇനി പാക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങട്ടെ. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ ഉള്ള എല്ലാം വാരിയിട്ട് എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാരിയിട്ട് അങ്ങോട്ടും മറ്റും ഇങ്ങോട്ടും മറ്റേ ബിന്ദു പണിക്കര കണക്ക് സേഡി മ്യൂസിയയിൽ സാധനങ്ങൾ പറക്കും. ഇതെന്തൊരു ചോപ്പാ പച്ചേ. എനിക്ക് പോത്തിനെ കണക്കാണ്. എനിക്ക് ചോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റേ ചുവന്ന കളർ കാണുമ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ പോത്തുകളെ കണക്കാവും. പോത്ത് കുട്ടിയും പോത്ത് അമ്മയും. ഓക്കെ. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞങ്ങൾ ഒരുവിധം സാരിയൊക്കെ നോക്കി. എന്നാലും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഞാൻ നോക്കി അവിടെ ഞാൻ വല്ലോ മഞ്ഞ കണ്ട അപ്പം ഞാൻ എൻ്റെ പിറകെ പോകുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരു 2-3 വരെ കൊണ്ടുവന്നാൽ നിങ്ങളെ കൺഫ്യൂഷൻ മാറും. അതിന് ഞാൻ മനഃപൂർവ്വം ഞാൻ കൊണ്ടുവന്നതാണ്. മറ്റ് ഞാൻ ഒറ്റയ്ക്കിരുന്നു നമുക്ക് ഓൾറെഡി അറിയാം. എൻ്റെ ഇഷ്ടത്തിന് എടുക്കുള്ളൂ. എന്നാലും ഇവരെയൊക്കെ ഒരു ഐഡിയ കിട്ടിയ കുറച്ചുകൂടെ ഇതാണ്. അപ്പോൾ വാങ്ങിച്ചോണ്ട് പോവാം. സന്തോഷമായില്ലേ? പിന്നല്ലേ. ആ സാരി എങ്ങനെ ഉണ്ടാവും? ഞാൻ എടുത്ത് ഇഷ്ടപ്പെട്ടാ? അടിപൊളി സാരി. ഓക്കെ. സോ ഫൈനലി ഞങ്ങളിതാ സാരിയൊക്കെ എടുത്ത് പോകാൻ പോകണേ. ടാറ്റാ. താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഇത്രയും നേരം 1-2 സാരിയൊന്നുമില്ല ഗൈസ്. ഞാൻ കുറേ സാരികൾ ഇവിടെ എടുത്തിട്ട് ഫുൾ ഉടുത്ത് വയ്ക്കുകയാണ്. താങ്ക്സ് ചേച്ചി. ഇത് രജിത ചേച്ചി, ഇത് അശ്വതി ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഇത് ഉള്ളിൽ നിന്നുള്ള താങ്ക് യു ആണ് ഇത്. പക്ഷെ എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ വയ്യ. താങ്ക് യു. കാരണം ഇത്രയും നേരം ഫുള്ള് നിന്ന് സെറ്റ് ചെയ്ത് തന്നവരാണ് കേട്ടോ. എല്ലാത്തിനും കൂടെ കട്ടയ്ക്ക് നിന്നത്. സോ താങ്ക് യു. നിങ്ങൾക്കൊന്നും താങ്ക് യു പറയാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഈ പരിപാടി നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അശ്വതി ചേച്ചി നമുക്ക് ഈ സാഹചര്യത്തിൽ സാരി കൈമാറുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത മീനാക്ഷി, എൻ്റെ അമ്മ, ഭാവി വരൻ അപ്പു, ഭാവി വധു. അങ്ങോട്ട് പേര് പറയണം. ഓക്കെ. സോ തന്നു വെച്ചി. വാങ്ങിച്ചോ അമ്മ? ഒരു സന്തോഷത്തോടെ വാങ്ങി കല്യാണ സാരി സ്വന്തം. എല്ലാരും പിടിച്ചോ? ഓക്കെ ചേച്ചി. ഓക്കെ. താങ്ക് യു. കാണാം. ഓക്കെ കാണാം. എന്തായാലും കാണാം. വരാം. ഇനിയും വരും. അപ്പൊ അടുത്ത മാസം കാണാം. ഓക്കെ. അടുത്ത മാസം ഈ മാസം 22-ാം തീയതി. ഓക്കെ പോട്ടെ. ശരി. താങ്ക് യു ഫോർ ദ സർവീസ്. അടിപൊളിയായിരുന്നു. ശരി ചേച്ചി. ബൈ.